Hello, welcome to market discussion of the day. Today, August 6, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കുന്നിടത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഒരുപാട് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് US അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ള കാര്യം മോർ എക്സ്പ്ലോസീവ് വെപ്പൺസ് ദാൻ ദേ യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ അവർ യൂസ് ചെയ്തതിനേക്കാട്ടിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്യും ഇറാനിൽ ഇഫ് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡീൽ എത്താൻ പറ്റില്ല എങ്കിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. സോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക, ലോട്ട് സൈസ് കുറച്ച് ട്രേഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ട്രേഡ് മിനിമം നമ്പർ ഓഫ് ട്രേഡ്സ് എടുക്കുക, അതും പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. യൂറോ സോണിൽ നിന്ന് 1:30 ശേഷം 2-3 ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അത് നമ്മുടെ ഗോൾഡിനെയൊക്കെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ വൈകുന്നേരം നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. കുറച്ച് US-ൽ നിന്ന് മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ന്യൂസ് വരുന്നുണ്ടെങ്കിലും നാളെ നമ്മളുടെ താരമായിട്ടുള്ള നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. സോ ഗോൾഡിൻ്റെയൊക്കെ റേഞ്ച് കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസാണ് നാളെ നമ്മളുടെ ഈ പറയുന്ന നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ന്യൂസ് വൈകുന്നേരം 6 മണിക്കാണ്. സോ വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നാളെ വൈകുന്നേരം മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈപൊള്ളാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ടെക്നിക്കലി റൺ ചെയ്യുന്ന ബോട്ട് നമ്മളിപ്പം ഈ ആഴ്ചയാണ് നമ്മളത് എന്താ പറയുക ആൾക്കാരിലോട്ട് എത്തിച്ചത്. ഓക്കെ, ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് മാത്രമായിരുന്നു അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നത്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു റിസൾട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ ഒരു ട്രേഡ് റണ്ണിങ് ആയിരുന്നു. സോ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഒരു ബൈ റണ്ണിങ് ആണ്. സോ ഇന്നലത്തെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 4090 എന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, 0.06 ലോട്ടിലുള്ളൊരു ട്രേഡായിരുന്നു. ഓൾമോസ്റ്റ് 4204 അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, $686 0.06 ലോട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ, $686. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 ആഴ്ച കൊണ്ടിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. $1500 ഞങ്ങൾ 3 ആഴ്ച കൊണ്ട് ഈ ഒരു 0.06 ലോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് $2200 മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇട്ട പൈസ തിരിച്ച് ഓൾമോസ്റ്റ് 75% നമ്മൾ പ്രോഫിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് പറയുന്നത് ആക്ച്വലി എന്താണ് എല്ലാ മാസവും ഇങ്ങനെ ആവും എന്നുള്ളതൊന്നുമല്ല. ഓക്കെ, ബേസിക്കലി എന്താണ്, നമുക്ക് അങ്ങനെ എല്ലാ മാസവും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമുക്ക് കഴിഞ്ഞ വർഷവും 2 മാസത്തോളം ലോസിലായിരുന്നു. 2 മാസത്തോളം വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ അൽഗോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അൽഗോയുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് കയറാനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച് തരാം. അതേപോലെ തന്നെ നമ്മൾ സിഗ്നൽ ഗ്രൂപ്പിലോട്ടുള്ള ആക്സസ് കിട്ടാനായിട്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPY ലോട്ട് പോവാം. JPY നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വൻ പ്രോഫിറ്റുകൾ കുറേ പേരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പേരുണ്ടാക്കിയിട്ടില്ല. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ വീണ്ടും 157.83 നിൽക്കുന്നു. 150 നമുക്കൊന്ന് റീട്രേസ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഇവിടെ തന്നെ കണ്ട ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെ കടകടാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ലോകത്തെ തന്നെ US ഡോളറിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറേജ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാനാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇൻ്റർവെൻഷൻ അവർ ചെയ്താൽ US ഡോളറിന് അത് വലിയൊരു ആഘാതമായിരിക്കും. US ഡോളറിന് ഇത്രയും
നല്ല വാല്യൂ ഉള്ള സമയത്ത് US$ ഇടിയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതിന് US ജപ്പാനെ സഹായിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി നമുക്കൊന്ന് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 155 ലെവൽ, 156 ലെവലിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോങ്ങർ ടേമിലോട്ട് വീണ്ടും വി ആർ എയിമിങ് ഫോർ 162 എയിം ചെയ്ത് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ലോങ്ങർ ടേമിലോട്ട് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കണം, പക്ഷേ കഴിഞ്ഞ വട്ടം പോയ ലോയുടെ താഴെയായിട്ട് വെക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ എൻ്റർ ആവുന്നത്, 156 അവിടെ നമുക്ക് എൻ്റർ 156 മുകളിലായിട്ടാണ് എല്ലാ 1 അവർ ക്യാനിലും തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ 156 അവിടെ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ 155.20 താഴെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാർ മാത്രമേ 154.80 ആ ലെവലിലൊക്കെ വേണം, ഓൾമോസ്റ്റ് 120 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വേണം നമ്മളവിടെ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 156 നമ്മുടെ എൻട്രി പോയിന്റ്. അത് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഒരു 160, 162 വരെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ മറിച്ച് നേരെ 162, 163 ലെവലിലോട്ടൊക്കെ വീണ്ടും കിട്ടിയാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള എൻട്രി. 163 അവിടെ നിന്നൊക്കെയുള്ള സെൽ എൻട്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പൈസ ഉണ്ടാക്കിയതുപോലെ വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരും. ഓക്കെ, പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അതൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് സേഫായിട്ട് നമുക്കെടുത്ത് എന്ത് ചെയ്യാം, നമുക്കത് പൈസ എൻക്യാഷ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മുടെ EUR/USD വരാം. 1.1544, 1.1500 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ 1.1500 എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് ഒരു സപ്പോർട്ട് ലെവലായിട്ട് എടുത്ത് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.146 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മൾ EUR/USD വരാം. 1.34593 നിൽക്കുന്നു. 1.3400 വീണ്ടും ഒരു ബൈ എൻട്രി അവിടെ നമുക്ക് നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. ഒരു സപ്പോർട്ട് എടുത്ത് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും. 1.3400 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എൻട്രി. 1.3400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3380 അവിടെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലെങ്കിൽ 1.360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, ഗോൾഡിലോട്ട് വരാം. ഗോൾഡിനകത്ത് ഇപ്പോൾ വലിയ മൂവ്മെൻറ്റുകൾ നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കണ്ടു. വലിയ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 4000 ഓഗസ്റ്റ് 4 ഇന്നലെ ഓൾമോസ്റ്റ് 4060 വെളുപ്പാങ്കാലത്ത് നിന്ന മാർക്കറ്റ് 4300 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2300-2400 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ 2300 പിപ്പിനകത്ത് നമുക്ക് നമ്മുടെ ആൽഗോയിൽ 4090 നിന്നുള്ളൊരു ബൈ 4204 വരെ ഉള്ളൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഓൾമോസ്റ്റ് 1200 പിപ്പിൻ്റെ പ്രോഫിറ്റ് നമ്മൾ അൽഗോ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോഴും നമ്മുടെ ബൈ റണ്ണിങ് ആണ്. 4228 ബൈ ഇപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, നമുക്ക് ഉള്ള എൻട്രീസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് 4225-30 ലെവൽ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 4215 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ആവണം. 4305 മുകളിലായിട്ട് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ബൈയിൽ പറയാനായിട്ടുള്ളത്. സെൽ എൻട്രിയെ കുറിച്ച് പറയുമ്പോൾ 4295, 4300 ഓക്കെ, ഈ ലെവലിൽ നമുക്ക് സെല്ല് ചെയ്ത് തുടങ്ങുന്നുണ്ടും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ അവിടെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4325 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ട്രേഡിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ അൽഗോ ആയിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾക്ക് പഠിക്കണം, കൃത്യമായിട്ട് മാനുവലി ട്രേഡ് ചെയ്യാൻ പഠിക്കണം എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് അസസ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്കി എന്തെങ്കിലും ഡൗട്ടുകളോ കൺസേൺസോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.